ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനത്തിൽ നാം കാണുന്നു, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ ന്യായവിധിയെ ഉറപ്പിച്ചു പറയുമ്പോൾ റോമാ ലേഖനം 2-ാം അധ്യായം വിധിയുടെ ചില സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. ഈ വിധി എന്ന് പറയുന്നത് അന്ത്യനാളിൽ നടക്കുവാനുള്ള യേശുക്രിസ്തുവിനാൽ വിധിക്കപ്പെടുന്ന വിധിയാണ്. റോമാലേഖനം 2-ാം അധ്യായത്തിൽ 2-ാം വാക്യം നാം കാണുന്നു, ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണയായിരിക്കും എന്ന് നാം അറിയുന്നു. സത്യാനുസരണയായിട്ടുള്ള ഒരു വിധിയെക്കുറിച്ച് നാം ഇവിടെ കാണുന്നു. നമുക്കറിയാം, ഇന്ന് നടക്കുന്ന വിധികൾ സത്യാനുസരണയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഹൈക്കോടതി ശിക്ഷയ്ക്ക് വിധിക്കുന്നതിനെ സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ വെറുതെ വിടുന്നു. ഹൈക്കോടതി വെറുതെ വിട്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. സത്യാനുസരണ ഒരു വിധി നടന്നുവോ എന്ന് ചോദിച്ചാൽ പലതിലും, എല്ലാറ്റിലുമല്ല, പലതിലും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വിധി സത്യാനുസരണയായിരിക്കും എന്ന് വേദവചനം പറയുന്നു. രണ്ടാമത്, ഈ വിധിയുടെ സ്വഭാവം അത് നീതിയുള്ളതായിരിക്കും എന്ന് നാം കാണുന്നു. 2-ാം അധ്യായം, റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കും. ശരി എന്ത് എന്നറിഞ്ഞിട്ടും ശരി ചെയ്യാതെ തെറ്റിലേക്ക് മാത്രം പോകുന്ന മനുഷ്യൻ, തെറ്റിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഒരിക്കൽ തെറ്റ് ചെയ്തു, എന്നാൽ രണ്ടാമത് ചെയ്യുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറഞ്ഞതായിട്ട് തോന്നുന്നു. 3-ാമത് തവണ ചെയ്യുമ്പോൾ അതിനേക്കാൾ കാഠിന്യം കുറഞ്ഞതായിട്ട് തോന്നുന്നു. അങ്ങനെ ജീവിതത്തിൽ ആ തെറ്റ് ഒരു ശീലമായിട്ട് മാറുന്നു. പിന്നെ തെറ്റ് ചെയ്യുന്നതിൽ ഒരു കുറ്റബോധവും ഇല്ലാത്ത മനുഷ്യൻ, അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നു. അവൻ അപ്രകാരമുള്ള ആളുകൾക്കുള്ള വിധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു എന്ന് വെച്ചാൽ കോപം കൂട്ടിവെക്കുന്നു എന്ന് പറയുന്നു. 3-ാമത്, ക്രിസ്തുവിൻ്റെ അന്ത്യന്യായ വിധിയുടെ മറ്റൊരു സ്വഭാവം 11-ാം വാക്യം, റോമർക്കെഴുതിയ ലേഖനം തന്നെ 2-ാം അധ്യായം 11-ാം വാക്യം, ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. മുഖപക്ഷമില്ലാത്ത വിധി. നമുക്കറിയാം, ഇന്നൊരു ജാമ്യം ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിധി തനിക്ക് അനുകൂലമാക്കി എടുക്കണമെങ്കിൽ, ആ പ്രതിയുടെ ജീവിത പശ്ചാത്തലം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും മാനദണ്ഡമാക്കി എടുത്തുകൊണ്ട് അത് നേടിയെടുക്കുവാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി വിധിക്കുവാനായിട്ടോ ബഹുമാനപ്പെട്ട കോടതിക്കൊക്കെ സാധിക്കുന്നുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കുന്നു, ഇവിടെ യാതൊരു മാനദണ്ഡവുമില്ല. അവിടെ മുഖപക്ഷമില്ലാത്ത വിധിയായിരിക്കും. നാം ദരിദ്രനോ പണമുള്ളവനോ എന്നുള്ളതല്ല, വിദ്യാഭ്യാസമുള്ളവനോ ഇല്ലാത്തവനോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും അതിന് ബാധകമല്ല. ക്രിസ്തുവിന് വേണ്ടി നാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. ആർക്കാണ് ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കുക? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ന്യായവിധിയിൽ അകപ്പെടാതെ അവൻ ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നിന്ന യേശുവേ, ഈ നോമ്പുകാലം ന്യായവിധിയെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ ന്യായവിധിയിൽ അകപ്പെടാതെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.